Good morning, students. Design of column, short column balance വരുന്ന portion ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Major ആയിട്ട് design of short column with direct load and uniaxial bending case ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് design of short column with direct load ആണ്. അതിന്റെ 3 ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ helical reinforcementന്റെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളത് കോളം വിത്ത് ഡയറക്റ്റ് ലോഡ് അത് ഡിസൈൻ ചെയ്യാനും അതിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വരുന്നത് കോളം വിത്ത് ഡയറക്റ്റ് ലോഡ് ആൻഡ് യൂണിയാക്സിയൽ ബെൻഡിങ് എന്നുള്ള കേസാണ്. അത് SP16 ഡിസൈൻ എയ്ഡ്സ് ആയിട്ടുള്ള SP16 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. എപ്പോഴാണ് ഒരു കോളത്തിൽ ആക്സിയൽ ലോഡ് ആൻഡ് യൂണിയാക്സിയൽ ബെൻഡിങ് എന്നുള്ള കേസ് വരുന്നത്? ഓക്കെ, നമുക്കറിയാം ഒരു കോളത്തിന്റെ നമ്മൾ പറഞ്ഞു എക്സാക്ട് സെന്റർ ആയിട്ട് എപ്പോഴും എന്തില്ല ലോഡ് വന്നോളണം എന്നില്ല. എന്നാലും ഒരു മിനിമം എക്സെൻട്രിസിറ്റി വരെ ആയാലും കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ കോഡ് വഴി പറഞ്ഞു. മിനിമം എക്സെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു L/500 + D or B/30. അതിനകത്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ലോഡ് എന്നുള്ള കൺസിഡറേഷൻ തന്നെയാണ്. ആ വാല്യൂ 0.05 B or D നേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ലോഡ് അല്ലെങ്കിൽ ആക്സിയൽ ലോഡ് മാത്രം ഉള്ള കേസിനാണ് ഡിസൈൻ ചെയ്തത്. ഇനി ഏതൊക്കെ കേസിൽ ആക്സിയൽ ലോഡ് വിത്ത് യൂണിയാക്സിയൽ ബെൻഡിങ് വരാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കേസ് ഒന്നില്ലെങ്കിൽ ഈ മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0.05 B or 0.05 D ഏതെങ്കിലും ഒരു ഡയമെൻഷന്റെ 0.05 ടൈംസിനേക്കാളും കൂടുകയാണെങ്കിൽ അത്തരം കേസുകളിൽ അവിടെ എന്തുണ്ടാവും? എക്സെൻട്രിസിറ്റി കൂടുതലായതുകൊണ്ട് ബെൻഡിങ് സംഭവിക്കാം. ഡയറക്റ്റ് ലോഡിന് പുറമെ ഒരു ആക്സിസിൽ ബെൻഡിങ് കൂടെ ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, ലോഡ് സെൻട്രൽ നിന്ന് ഈ കേസ് എന്ന് പറഞ്ഞത് ലോഡ് സെൻട്രലാണ്. ബട്ട് മിനിമം എക്സെൻട്രിസിറ്റി അതായത് ആ കോളത്തിന്റെ ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0.05 B or 0.05 D നേക്കാളും കൂടുതലായത് കാരണമാണ് നമ്മൾ അവിടെ ബെൻഡിങ് വരുന്നത്. ഇനി ചില കേസിൽ ലോഡിംഗ് തന്നെ സെൻട്രലിലല്ല വരുന്നത്, സെൻട്രലിൽ നിന്നും കുറച്ച് മാറിയിട്ട്. ഇഫ് ലോഡ് ഈസ് എക്സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറച്ച് മാറിയിട്ട്. അത് എങ്ങനെ വരാം? ഇപ്പോ ഈ കോളത്തിന്റെ 2 ആക്സിസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഇത് എക്സും ഇത് വൈയും. ഈ ഒരു ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ചേഞ്ച് വരിക, ഈ ഒരു ലൈനിൽ ഇവിടെയോ പോയിന്റ് ഇവിടെയോ ഒക്കെ ആയിട്ട് ലോഡ് സെൻട്രലിൽ നിന്നും കുറച്ച് മാറി വരിക, എക്സെൻട്രിക് ആയിട്ട് വരിക. അതാണ് ആ കേസിൽ എന്തുണ്ടാവും? ബെൻഡിങ് ഉണ്ടാവും അല്ലെ? ഈ കോളത്തിന് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഫിഗർ പോലെ ബെൻഡ് ചെയ്യും അല്ലെ? ഒരു ഡയറക്ഷനിൽ, ഇത് എക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിൽ. അതുകൊണ്ടാണ് യൂണിയാക്സിയൽ എന്ന് പറയുന്നത്. ഇനി കോളത്തിന്റെ ഇതുപോലെ ലോഡ് 2 ആക്സിസിനും എക്സെൻട്രിക് ആണ്. ഇപ്പൊ ഈ ഒരു പോയിന്റിലൊക്കെയാണ് ലോഡ് വരുന്നതെങ്കിൽ 2 ആക്സിസിനും എക്സെൻട്രിക് ആണ്. കാരണം ഇത് XY പ്ലെയിനിലാണ് നിൽക്കുന്നത് അല്ലെ, ആക്സിസിലല്ല. അതുകൊണ്ട് തന്നെ 2 ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഡിസൈൻ എല്ലാം യൂണിയാക്സിയൽ ബെൻഡിങ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഒരു കേസ് ഈ മിനിമം എന്ന് പറയുന്നത് 0.05 B നേക്കാളും 0.05 D നേക്കാളും കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ ലോഡിംഗ് തന്നെ എക്സെൻട്രിക് ആയിട്ട് വരുമ്പോൾ. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും മൊമെന്റ് നമ്മൾ കോളത്തിൽ ഒരു മൊമെന്റ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യാം? ഒരു ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യാം. അതർ ദാൻ ഡയറക്റ്റ് ലോഡ് ആക്സിയൽ കംപ്രഷന് പുറമെ ബക്ലിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് എന്ന് പറയുന്നത് ഫെയിലിംഗ് ടൈമിലാണ് നമ്മൾ ബക്കിൾ ചെയ്യാന്ന് പറയാം. ഇവിടെ ആക്ച്വലി ബെൻഡിങ് കൂടെ വരും.
ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുളത്തിന്റെ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ട്രാൻസ്വേഴ്സ് ലോഡ് വിൻഡ് കാരണോ മറ്റുണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസ്വേഴ്സ് ലോഡുകൾ, അതായത് ഈ ഡയറക്ഷനിൽ വരുന്ന ലോഡുകൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴും എന്തുണ്ടാവും, ബെൻഡിങ് ഉണ്ടാവും. ഇനി മോണോലിത്തിക് കൺസ്ട്രക്ഷൻ. മോണോലിത്തിക് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോളം, ബീം, ഫ്രെയിം, സ്ലാബ് സ്ട്രക്ചർ. അത് മോണോലിത്തിക് ആയിട്ട് കാസ്റ്റ് ചെയ്യുക അല്ലെ. കോളത്തിന്റെ കൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെയ്യുന്ന എല്ലാം മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആണ്, ഒറ്റ സ്ട്രക്ചറിലാണ് വരുന്നത്. അല്ലാതെ കോളം പ്ലേസ് ചെയ്ത് കോളത്തിന്റെ റീൻഫോഴ്സ്മെന്റ് അവിടെ കട്ട് ചെയ്ത് അതിന്റെ മുകളിൽ ബീം ജസ്റ്റ് പ്ലേസ് ചെയ്യല്ല നോർമൽ ബിൽഡിങ്ങിന്റെ കേസിൽ. പക്ഷെ ബ്രിഡ്ജസിന്റെ കേസിൽ നിങ്ങൾക്കറിയാം വലിയ പിയറുകൾക്ക് മുകളിൽ അതിന്റെ സ്പാന് ജസ്റ്റ് പ്ലേസ് ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. അത് തമ്മിൽ ഇതില്ല, കണക്ഷൻ ഇല്ല. മോണോലിത്തിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഇപ്പോഴുള്ള ഫ്രെയിം സ്ട്രക്ചർ എല്ലാം അധികവും മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആണ്. മോണോലിത്തിക് കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്ത് വരും, ആക്സിയൽ ലോഡ് വിത്ത് ബെൻഡിങ് വരും. അപ്പൊ നമ്മുടെ തിയറി, നമ്മുടെ ഡിസൈൻ, നമ്മുടെ അനാലിസിസ് മാറിക്കഴിഞ്ഞു. അനാലിസിന്റെ നമ്മൾ എടുക്കുന്ന ഇതിന്റെ ബിഹേവിയർ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കേസ് ഇത് വെറും കംപ്രഷൻ മാത്രമുള്ള കേസ് ആയിരുന്നു. ഇവിടെ ഒരു ബീം എഫക്റ്റ് കൂടെ കുളത്തിന് വരും, ഒരു ബെൻഡിങ് കേസ് കൂടെ വരും. അപ്പൊ രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിന്റെ ഡിസൈനിലോട്ട് നമ്മൾ പോകുന്നത്. ഇതിന്റെ ലോഡിംഗ് വാല്യൂസ്, അതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് അല്ലെങ്കിൽ ഷിയർ എല്ലാം കാണുന്നത് കുറച്ചുകൂടെ സ്റ്റെപ്പിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് തന്നെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷനും ട്രയൽ ആൻഡ് എറർ സ്റ്റെപ്പുകളും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന് റീഡിസൈൻ ചെയ്ത് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഡിഫിക്കൽറ്റി എല്ലാം ഓവർകം ചെയ്യാൻ IS 456 അതിന്റെ കൂടെ ഒരു ഡിസൈൻ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് SP16 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുണ്ടാവും, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തത് തന്നെയാണ്. IS 456 എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത കുറെ ചാർട്ടുകളാണ് SP16 കാണുന്നത്. SP16 നമുക്ക് അതിലെ കംപ്രഷൻ മെമ്പേഴ്സിന്റെ ഡിസൈന്, അതിന് വേണ്ട ചാർട്ടുകൾ എല്ലാം നമ്മൾ അതിൽ അവൈലബിൾ ആണ്. SP16 ഉപയോഗിച്ചുള്ള ഡിസൈൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡയറക്റ്റ് വാല്യൂ അതിൽ നിന്ന് എടുത്ത് സ്റ്റീലിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല ഡിസൈൻ SP16 ഒരു പ്രത്യേകത, ഡിസൈൻ പ്രോബ്ലംസ് അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു എക്സാമ്പിളുകൾ, ഓരോ ടൈപ്പിനും എക്സാമ്പിളുകൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന, നമ്മുടെ എക്സാമിന് വരുന്ന വാല്യൂ അനുസരിച്ച് ജസ്റ്റ് മാറ്റി കൊടുത്ത് കാൽക്കുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ മാത്രം നമുക്ക് വരികയുള്ളൂ. SP16 നിങ്ങളുടെ കയ്യിൽ എല്ലായിടത്തും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി SP16 നമുക്ക് വേണ്ട ഇന്ററാക്ഷൻ ചാർട്ടുകളാണ്. ഇനി ജസ്റ്റ് അതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം, എന്നിട്ട് നമുക്ക് ഡിസൈനിലോട്ട് കിടക്കാം. SP16 നമുക്ക് ഇന്ററാക്ഷൻ ചാർട്ടുകൾ ഉണ്ട്. റെക്ടാങ്കുലർ കോളത്തിനും സർക്കുലർ കോളത്തിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. റെക്ടാങ്കുലർ കോളത്തിന്റെ കേസിൽ തന്നെ അതിൽ രണ്ട് സെക്ഷൻ ഉണ്ട്. ഒന്ന് റീഇൻഫോഴ്സ്മെന്റ് ഓൺ ടു ഓപ്പോസിറ്റ് സൈഡ്സിൽ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ 4 സൈഡിലും 4 സൈഡിലും റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്ന കേസ്. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇനി അതിൽ ഓരോന്നിലും 3 ഗ്രേഡ് സ്റ്റീലിന് 3 ഗ്രേഡ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ടുകൾ ഉണ്ട്. FI 250, 415, 500. FE 250, 415, 500 എന്ന് പറയുന്ന 3 ഗ്രേഡ് സ്റ്റീലിനും ചാർട്ടുകളുണ്ട്. ഈ ഓരോ ഗ്രേഡിനും D' യുടെ വാല്യൂ 0.05, 0.1, 0.15, 0.2 എന്ന് പറയുന്ന 4 വാല്യൂവിനും 4 ചാർട്ട് ഉണ്ട്. അപ്പോ D' എന്താണെന്ന് നമുക്ക് നോക്കാം. D' എന്ന് പറയുന്നത് എഫക്റ്റീവ് കവർ ആണ്. എഫക്റ്റീവ് കവർ, നോമിനൽ ക്ലിയർ കവർ അല്ല, കവർ ടു സെന്റർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതാണ് D' എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലോട്ട് വരുന്ന കവർ. ഇനി അപ്പോ എത്ര ചാർട്ടുകൾ ഉണ്ടാവും നോക്കാം. ഒരു റീഇൻഫോഴ്സ്മെന്റ് ഓൺ 2 സൈഡ്, ഒരു റെക്ടാങ്കുലർ കേസിൽ തന്നെ അതിൽ 3 എണ്ണം ഉണ്ട്. അതിൽ ഓരോന്നിലും 4 എണ്ണം വീതമുണ്ട്. അപ്പൊ 12 ചാർട്ട് 2 സൈഡിന് തന്നെയായി. ഇനി 4 സൈഡിനും ഇതുപോലെ തന്നെ 12 ചാർട്ട് ഉണ്ട്. അപ്പൊ മൊത്തം
24 ചാർട്ട് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ഏതാണോ ഗ്രേഡ്, എങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, റെക്ടാങ്കുലർ ആണോ സർക്കുലർ ആണോ എന്ന് നോക്കിയിട്ട് d'/d വാല്യൂ കണ്ട് ജസ്റ്റ് ഒരു ചാർട്ടിൽ നിന്ന് വാല്യൂ പിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ഫോർ സൈഡിന്റെ കേസിലാണെങ്കിൽ ഇതുപോലെ തന്നെ സർക്കുലറിന്റെ കേസിൽ സർക്കുലർ ആവുമ്പോൾ അതിൽ എന്തില്ല, 2 സൈഡ് 4 സൈഡ് ഇല്ല. സർക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഒരു അറേഞ്ച്മെന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ 3 ഗ്രേഡ് ഉണ്ട്. ഓരോ ഗ്രേഡിനും എന്തുണ്ട്, 4 ചാർട്ടുകളുണ്ട്. അപ്പൊ അവിടെ 12 ചാർട്ടും ഇവിടെ 24 ചാർട്ടും, മൊത്തം 36 ചാർട്ടുകൾ അവിടെ അവൈലബിൾ ആണ്. ബൈആക്സിയൽ ബെൻഡിങ്ങിന്റെ കേസിലും SP16 എയ്ഡ്സുകളുണ്ട്, അതില് ചാർട്ടുകളുണ്ട്. അതും നിങ്ങൾക്ക് ഇവിടെ സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആണ്. നമുക്ക് യൂണിആക്സിയൽ ബെൻഡിങ്ങിന്റെ കേസ് നോക്കാം. ഇനി എങ്ങനെയാണ് ഈ ചാർട്ടിൽ നിന്ന് വാല്യൂ പിക്ക് ചെയ്യുന്നത്? നിങ്ങളെ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങളുടെ SP16 എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് കോപ്പി ആയിരിക്കും, കോപ്പി അറ്റസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫ് അത്ര ക്ലിയർ ആവില്ല. നല്ല പ്രിന്റ് ഔട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നീട് PDF-കൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ SP16 അടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിലും ഓൾമോസ്റ്റ് കുഴപ്പമില്ല, ഗ്രാഫുകൾ ക്ലിയർ ആണ്. ഒറിജിനൽ വാങ്ങുന്നതിന്റെ അത്ര ക്ലിയർ ഉണ്ടാവില്ല, കാരണം കോപ്പി ചെയ്തതായതാണ്. എനിവേ, ഈ ഒരു എക്സാക്ട് ഈ ഷേപ്പ് അല്ല, ഞാൻ ഓൾമോസ്റ്റ് വരച്ചതാണ്. ഈ ഒരു ഷേപ്പിലാണ് ഗ്രാഫ് വരുന്നത്. എങ്ങനെ ഇതിന്ന് വാല്യൂ പിക്ക് ചെയ്യാൻ നോക്കാം. നമുക്കൊരു പെർട്ടിക്കുലർ ഗ്രാഫിന് ഇവിടെ ഉണ്ടാവുക d'/d വാല്യൂ ഉണ്ടാവും. FI 250 ആണോ, 415 ആണോ, 500 ആണോ എന്നുണ്ടാവും. d'/d വാല്യൂ 0.05, 0.1, 0.15, 0.2 ഇങ്ങനെ 4 ചാർട്ടുകളാണ് അവൈലബിൾ ഉണ്ടാവുക. ഇനി FI 250 ആണോ, 415 ആണോ, 500 ആണോ എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പിന്നീട് റീഇൻഫോഴ്സ്മെന്റ് റെക്ടാങ്കുലർ കോളത്തിന്റെ കേസ് ആണെങ്കിൽ ബോത്ത് സൈഡ് ആണോ, ഫോർ സൈഡ് ആണോ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നതും എന്നും ഉണ്ടാവും. നമുക്ക് ആ പേജുകളിലൂടെ പോവാം. അപ്പോൾ എങ്ങനെയാണ് വാല്യൂ പിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എക്സ് ആക്സിൽ കൊടുത്തിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് mu/FCK/BD² ആണ്. FCK അറിയാം, B എന്താണെന്ന് അറിയാം, D എന്താണെന്ന് അറിയാം. mu എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു ദ എക്സെൻട്രിക് ലോഡിംഗ്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അത് ഇൻ ദ കേസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൊമെന്റ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ മൊമെന്റിന്റെ വാല്യൂ ആണ്, അത് ഫാക്ടേർഡ് ആയിട്ട് എടുക്കണം എന്ന് മാത്രം. ഇനി അതല്ല, ഒരു ലോഡ് സെൻട്രൽ നിന്നും ഒരു ഇത്ര mm, ഒരു 100 mm അല്ലെങ്കിൽ 200 mm മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ലോഡ് ഇൻറ്റു 200 mm ചെയ്താൽ ആ മൊമെന്റിന്റെ വാല്യൂ കിട്ടും. ഇതാണ്. ഇതിൽ FCK നമുക്കറിയാം, ബിയും ഡിയും എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. ഇനി y ആക്സിസിൽ നോക്കുകയാണെങ്കിൽ PU/FCK/BD ഇവിടെ എല്ലാം അറിയുന്ന വാല്യൂ ആണ്. PU എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡ്, നമുക്ക് ലോഡ് ക്യാരി കപ്പാസിറ്റി, നമ്മൾ എത്ര ലോഡ് എടുക്കണം ആ കോളത്തിന് എന്നുള്ളതാണ് PU/FCK/BD. ഈ എക്സ് ആക്സിന്റെ y ആക്സിന്റെ വാല്യൂ മീറ്റ് ചെയ്യുന്ന ഒരു കർവിൽ ഒരു പോയിന്റ്, മീറ്റ് ചെയ്യുന്ന പോയിന്റ് മേ ബി കർവിലായിരിക്കാം, അതിനിടക്കായിരിക്കാം. ഈ കർവിന്റെ വാല്യൂ എന്ന് പറയുന്നത് P/FCK ആണ്. P/FCK, ഇവിടെ P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റിന്റെ പെർസെന്റേജ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് സ്മോൾ p ആണ്. ഓക്കെ, സ്മോൾ P/FCK, ഇതാണ് ഈ ഒരു കർവിന്റെ വാല്യൂ. ഈ കർവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇത് 0.1, ഇത് 0.12, 0.14, 0.16, 0.18 അങ്ങനെയാണ് പോവുക. ഓരോ ചാർട്ടിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എക്സ് ആക്സിന്റെ y ആക്സിന്റെ വാല്യൂ മീറ്റ് ചെയ്യുന്നത് ഈ കർവിലെ പോയിന്റ് ഏതാണോ ആ കർവിന്റെ വാല്യൂ നമുക്ക് P/FCK വാല്യൂ ആയിട്ട് കിട്ടും. ചില കേസുകളിൽ ഇപ്പൊ ഈ ഒരു കർവിന്റെ വാല്യൂ 0.12, ഈ ഒരു കർവിന്റെ വാല്യൂ 0.14 ആണെന്ന് വിചാരിക്കാം. മേ ബി ഈ ഒരു രണ്ട് പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്ന രണ്ട് കർവിന് അടക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, P/FCK വാല്യൂ 0.13 ആയിട്ട് എടുക്കാം. അത് നമ്മുടെ കൺവീനിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്രമാത്രം mu/FCK/BD² കണ്ടുപിടിക്കുക, PU/FCK/BD കണ്ടുപിടിക്കുക. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുള്ള കർവുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ കർവിന്റെ വാല്യൂ അവിടെ എഴുതിയിട്ടുണ്ടാവും, P/FCK വാല്യൂ, ഓരോ കർവിന്റെയും വാല്യൂ. അതിൽ നിന്ന് P/FCK ഇക്വേറ്റ് ചെയ്യുക.
നമുക്ക് FCK അറിയാം, പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അവിടെ നിന്ന് കിട്ടും. ഇങ്ങനെയാണ് ഡിസൈൻ പ്രൊസീജിയർ. ഇനി നമുക്ക് ചാർട്ടുകളുടെ ഒരു ഓവറോൾ കാര്യങ്ങൾ നോക്കാം. ഈ ഒരു ടൈപ്പാണ് ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ചാർട്ട് വരുന്നത്. ഇത് ചാർട്ട് 33 ആണ്. കംപ്രഷൻ വിത്ത് ബെൻഡിങ്. ഇങ്ങനെയാണ് ഹെഡിങ് ഉണ്ടാവുക. റെക്ടാങ്കുലർ സെക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ടു സൈഡ്. റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ടു സൈഡ്സ് അല്ലേ. ഇതാണ് ഇവിടെ FIയുടെ വാല്യൂ ഈ ഒരു കോർണറിലും എഴുതിയിട്ടുണ്ടാവും, ഇവിടെ ടേബിളിലും മോസ്റ്റ് ഓഫ് ദ കേസ് ചില ഇതിൽ കാണുന്നുണ്ട്. ഈ ഒരു കോർണറിലാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക FI ഏതാണെന്നുള്ളത്. ഓക്കെ, D'/Dയുടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇനി കണ്ടോ, ഇവിടെ MU/FCK/BD² ഉണ്ട്, PU/FCK/BD. ഈ ഒരു ഗ്രാഫിൽ നിന്ന് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഗ്രാഫ് വരച്ചത്. ഏകദേശം ഇതുപോലെയാണ് കർവുകൾ വരിക. നമ്മുടെ രണ്ട് X ആൻഡ് Yയിൽ നിന്നും ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു കർവിൽ ഏതെങ്കിലും ഒരു കർവിലായിരിക്കും, അല്ലെങ്കിൽ അതിനിടക്കായിരിക്കും. ഈ കർവിന്റെ വാല്യൂസ് ഇവിടെ അത്ര ക്ലിയർ അല്ല. 0.24, 0.22, 0.2, 0.18, 0.16 ഇങ്ങനെയാണ് ഈ വാല്യൂ പോകുന്നത്. 0 തൊട്ട് 0.26 വരെ അങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് വരുന്നത്. ഇനി നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള ഗ്രാഫുകൾ യൂണിയാക്സിയൽ ബെൻഡിങ്, ഡയറക്റ്റ് ലോഡ് വിത്ത് യൂണിയാക്സിയൽ ബെൻഡിങ് വരുന്നത് ചാർട്ട് 27 to 62 ആണ്. 27 to 62 പേജ് 112 തൊട്ട് 147 വരെയുള്ള പേജുകളാണ് നമുക്ക് വരുന്നത്. അതിൽ 27 മുതൽ 50 വരെയുള്ളത് റെക്ടാങ്കുലർ കോളം ആണ്. അതിൽ തന്നെ 27 മുതൽ 38 വരെയുള്ളത് റീഇൻഫോഴ്സ്മെന്റ് ഓൺ ടു സൈഡും, ബാക്കി വരുന്നത് 50 വരെ, 39 മുതൽ 50 വരെ വരുന്നത് ഫോർ സൈഡും ആണ്. ഇനി 51 തൊട്ട് 62 ആണ്, ഇത് വാല്യൂ 62 ആണ്. 51 മുതൽ 62 വരെ വരുന്നത് സർക്കുലർ കോളത്തിന്റെ കേസുമാണ്. നമുക്കൊന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേജുകൾ ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ചാർട്ട് 27. ഇവിടെ നോക്കിയാൽ അറിയാം FIയുടെ വാല്യൂ ഇവിടെ 250 Nm/m² കൊടുത്തിട്ടുണ്ട്, ഈ കോർണറിലുണ്ട്. പിന്നെ കംപ്രഷൻ വിത്ത് ബെൻഡിങ്, റെക്ടാങ്കുലർ സെക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ടു സൈഡ്സ്. FI equal to 250 Nm/m², D'/D equal to 0.05 അല്ലേ. D'/Dയുടെ വാല്യൂ ഉണ്ട്. പിന്നെ MU/FCK/BD² ഉണ്ട്, PU/FCK/BD ഉണ്ട്. ഇനി കമ്മിങ് അടുത്ത 3 ഗ്രാഫുകളും ഈ സെയിം തന്നെ, FI 250 തന്നെ, റീഇൻഫോഴ്സ്മെന്റ് റെക്ടാങ്കുലർ തന്നെ, റീഇൻഫോഴ്സ്മെന്റ് ഓൺ ടു സൈഡ് തന്നെ. D'/Dയുടെ വാല്യൂ മാറും. 0.05 ഉള്ളത് 0.1 ആയി മാറും. അതാണ് അടുത്ത ഗ്രാഫ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രാഫ് ഉണ്ടോ, ഇതിൽ സെയിം തന്നെയാണ്. FI 250 ആണ്, D'/D 0.1 ആയി, ബാക്കിയെല്ലാം സെയിം. 0.1 വരുന്ന കേസിൽ MU/FCK/BD², PU/FCK/BD. ഇത് വരുന്നത് P/FCKയുടെ വാല്യൂസ് ആണ്. ഈ ഒരു ഭാഗത്ത് ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുള്ളത് P/FCKയുടെ വാല്യൂസ് ആണ്. ഇനി അടുത്തത് സെയിം തന്നെ ചാർട്ട് 29, FI 250 എല്ലാം തന്നെ സെയിം തന്നെയാണ്, റെക്ടാങ്കുലർ ആണ്, ടു സൈഡ്സ് ആണ്. D'/Dയുടെ വാല്യൂ 0.15. ഇനി 0.2യുടെ ഗ്രാഫാണ് അടുത്ത് വരുന്നത്, ചാർട്ട് 30, 0.2. ഇത്രയേ ഉള്ളൂ വരുന്നത് FE 250യുടെ കേസ്. ഇനി അടുത്തത് 415ന്റെ കേസ്. FI 415ന്റെ കേസിൽ സെയിം റെക്ടാങ്കുലർ, റീഇൻഫോഴ്സ്മെന്റ് ഓൺ ടു സൈഡ്സ്, D'/Dയുടെ വാല്യൂ 0.05. ഇനി ഇതിന്റെ തന്നെ 0.1 ആണ് അടുത്തത് 0.15, നെക്സ്റ്റ് വൺ 0.2. ഇനി അടുത്തത്, അപ്പോൾ FI 415ന്റെ 4 ചാർട്ടുകൾ കഴിഞ്ഞു, ചാർട്ട് 34 വരെ. ഇനി 35 മുതൽ 500 എന്നുള്ള ഗ്രാഫ്. FI 500 0.05, 0.1, 0.15, ചാർട്ട് 38 0.20. അപ്പോൾ ഇതോടുകൂടി റെക്ടാങ്കുലറിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഓൺ ബോത്ത് സൈഡ്സ് കഴിഞ്ഞു. ഇനി റീഇൻഫോഴ്സ്മെന്റ് ഓൺ ഓൾ ഫോർ സൈഡ്സ് ആണ് ഇനി അടുത്തത് വരുന്നത്. റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ ഫോർ സൈഡ്സ്.
ചാർട്ട് 39 അതിൽ ഫസ്റ്റ് കേസ് FE250യുടെ D'/D 0.05. നെക്സ്റ്റ് ചാർട്ട് 40 0.1, ചാർട്ട് 41 0.15, ചാർട്ട് 42 0.20. അതോടുകൂടി FI250 കഴിഞ്ഞു. ഇനി 415 സെയിം തന്നെ 0.05, 0.1, 0.15, 0.2 ചാർട്ട് 46 വരെ ഇനി FI500 സെയിം തന്നെ 0.05, 0.1, 0.15, 0.20 അല്ലേ 0.20. ഇതോടുകൂടി റെക്ടാങ്കുലർ കോളത്തിന്റെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സർക്കുലർ കോളമാണ് വരുന്നത്. സർക്കുലർ കോളത്തിൽ FI250 D'/D 0.05. ഇവിടെ സർക്കുലർ കോളം ആവുമ്പോൾ ചെറിയൊരു മാറ്റം ഒന്നുമില്ല. ഇവിടെ mu/FCK BD² പകരം അവിടെ ബിയും ഡിയും ഇല്ല, എല്ലാം ഡി ആണ്. അത് D³ വരും. ബിയുടെ വാല്യൂ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ mu/FCK D³ ആണ് ഈ വാല്യൂ. അത്ര ക്ലിയർ അല്ല എങ്കിലും mu/FCK BD³ സോറി D³, mu/FCK D³. ഇനി ഇവിടുത്തെ വാല്യൂ നേരത്തെ എന്തായിരുന്നു? PU/FCK B into D ആയിരുന്നു. ആ ബിക്കും പകരം ഡി കൊടുത്തു കഴിഞ്ഞാൽ PU/FCK D². PU/FCK D². ഇത്രയേ ഉള്ളൂ സർക്കുലർ കോളത്തിൽ മാറ്റം വരുന്നത്. ഫസ്റ്റ് കേസ് FI250യുടെ 0.05 കേസാണ്. അടുത്തത് FI250യുടെ 0.1, 250യുടെ തന്നെ 0.15, നെക്സ്റ്റ് 0.2. ഇത്രയാണ് ചാർട്ട് 54 വരെ. ഇനി 55 തൊട്ട് 415 ആണ്. 415 0.05, 0.1. ഈ ചാർട്ട് ഒന്നുകൂടെ ക്ലിയർ ആണ്. ഇതിൽ കാണാം mu/FCK D³ അല്ലെ, mu/FCK D³, mu/FCK D³. ഇനി ഈ കേസ് ആണെങ്കിൽ PU/FCK D². ഇവിടെ കാണാം ഒന്നുകൂടി ക്ലിയർ ആണ് ഈ ഗ്രാഫ്. ഇവിടെ ഈ വാല്യൂ P/FCK ആണ്. 0, 0.02, 0.04, 0.06, 0.08, 0.1, 0.12, 14, 15 സോറി 16 ആണ് ഇത്. 16, 18, 2, 0.22, 0.24, 0.26. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് എക്സാമ്പിൾ നിങ്ങളുടെ mu/FCK D³ കിട്ടിയത് 0.1ഉം PU/FCK D² കിട്ടിയത് ഒരു 0.2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു 0.2ൽ നിന്നും 0.1ൽ നിന്നും വരുന്ന ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ഒരു ഭാഗത്ത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ഈ രണ്ട് കർവിനും ഇടക്കാണ് അല്ലെ. ഈ ഒരു കർവിനും ഇടക്കാണ് വരുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കർവിന്റെ വാല്യൂ എത്രയാ? ഇത് 0.1ഉം ഇത് 0.12. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? P/FCKയുടെ വാല്യൂ 0.11 ആയിട്ട് എടുക്കാം. രണ്ടിനും ഇടയിലുള്ള ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ 0.11 ആയിട്ട് എടുക്കാം. ഇങ്ങനെയാണ് ഈ ഗ്രാഫിന് പിക്ക് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഗ്രാഫിൽ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കാം. ഇപ്പോൾ ഈ ഒരു കേസിൽ PU/FCK D²യുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന കേസുകള് ഈ ഒരു കേസ് 0.2 ആണ്. അതുപോലെ തന്നെ mu/FCK D³ വാല്യൂ 0.07 ആണെങ്കിൽ 0.07ഉം 0.2 ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഗ്രാഫ് P/FCK 0.06 എന്നുള്ള ഗ്രാഫാണ്. അതിൽ നിന്നും P/FCK 0.06 ഇക്വേറ്റ് ചെയ്യുന്നു. നമ്മുടെ Pയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇത്രയാണ് ഈ ഗ്രാഫുകളിൽ വരുന്നത്. അടുത്തത് 415, 0.15, ഇങ്ങനെ 500 വരെ ഉണ്ടാവും. 500 D'/D 0.2 ആണ് ലാസ്റ്റ് വരുന്ന ഗ്രാഫ്. നമുക്ക് വേണ്ട ഗ്രാഫുകളിൽ ലാസ്റ്റ് വരുന്നത് അതാണ് ചാർട്ട് നമ്പർ 68. ഓക്കെ, ഇത്രയാണ് ഈ ചാർട്ടുകൾ വരുന്നത്. ഇനി നമുക്ക് ഡിസൈൻ പ്രോബ്ലത്തിലൂടെ കടക്കാം. അപ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് SP16 കൊടുത്ത എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ള പ്രോബ്ലം ആണ്.
Determine the reinforcement to be provided in a square column subjected to uniaxial bending with the following data. താഴെ കൊടുക്കുന്ന ഡാറ്റ വെച്ചിട്ട് uniaxial bending in the case column design ചെയ്യണം. Size of the column is given as 45 into 45 centimeter. Grade of concrete is M25. Grade of steel is Fe415. Factored load 2500 kilonewton. Factored moment 200 kilonewton meter. Arrangement of reinforcement രണ്ട് രീതിയിലും ചെയ്യാൻ പറഞ്ഞിട്ട് ഓൺ 2 സൈഡ്സും ഓൺ 4 സൈഡ്സും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം. അതായത് ഫാക്ടേർഡ് ലോഡാണ് തന്നിട്ടുള്ളത്, പിന്നെ വീണ്ടും അതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഫാക്ടേർഡ് ലോഡാണ് തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഉപയോഗിക്കാം. ഫാക്ടേർഡ് മൊമെന്റ് എല്ലാം ഫാക്ടേർഡ് ആണ്, അല്ലാതെ സർവീസ് ലോഡ് സർവീസ് മൊമെന്റോ അല്ല തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കാം. ഇനി എക്സെൻട്രിക് ലോഡിങ്ങിന്റെ കേസ്. ഇവിടെ ഫാക്ടേർഡ് മൊമെന്റ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ പറയുന്നത് ലോഡ് എക്സെൻട്രിക് ആയിട്ട് ഒരു വാല്യൂ ഒരു ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു കേസ് എന്താണ് എക്സെൻട്രിസിറ്റി ആൻഡ് മൊമെന്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്രം ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഈ ഒരു പോയിന്റ് ആണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് മൊമെന്റ് എടുക്കുന്നത്. ഈ ലോഡ് ഡയറക്റ്റ് ഈ പോയിന്റിലൂടെയാണ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഇവിടെ മൊമെന്റ് എന്ത് ചെയ്യാണ്, 0 ആണ്. എന്നാൽ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ലോഡ് എന്ന് പറയുന്നത് ഇ എന്നുള്ള ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഇ, അത്രയേ ഉള്ളൂ. അത് ഇതാണ് മൊമെന്റിന്റെ കേസ് വരുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഡിസൈനിലോട്ട് കടക്കുകയാണ്. അസ്യൂം മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി ഈസ് ടു ബി ലെസ് ദാൻ ആക്ച്വൽ മൊമെന്റ്. ഇവിടെ മിനിമം എക്സെൻട്രിസിറ്റി കാരണം ഒരു മൊമെന്റ് ഉണ്ടാവും, അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള മൊമെന്റിനേക്കാളും ലെസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ അസംഷൻ എന്ന് ചോദിച്ചാൽ, അത് കൂടുതലായി കഴിഞ്ഞാൽ അതിന് വേണം നമ്മൾ ഡിസൈൻ, ഏതാണോ ഹയർ മൊമെന്റ് അതിന് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. പക്ഷെ നമുക്ക് മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ലെങ്ത്തും ഇല്ല. അപ്പൊ നമ്മൾ ഈ ഒരു അസംഷൻ എന്തായാലും ഈ ഒരു കേസിൽ എഴുതണം. നമ്മളിവിടെ ഫസ്റ്റ് തന്നെ 25 mm ബാർസ് വിത്ത് 40 mm കവർ അസ്യൂം ചെയ്യുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ ആണ്. അപ്പൊ ഡി ഡാഷ് കിട്ടണമെങ്കിൽ ബാറിന്റെ ഡയമീറ്റർ നമ്മൾ ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്യണം. നമ്മൾ അസ്യൂം ചെയ്യുന്നത് 25 mm ബാർസ് വിത്ത് 40 mm കവർ ആണ്. അപ്പൊ ഡി ഡാഷിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 40 പ്ലസ് 25/2 ഈക്വൽ ടു 52.5. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ക്ലിയർ കവർ ആണ്, നോമിനൽ കവർ ആണ് 40 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന കോളത്തിന്റെ ഔട്ടറിൽ നിന്നും ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ ഔട്ടറിലോട്ടാണ് എന്ത് 40 mm. നമുക്ക് കിട്ടേണ്ടത് എഫക്റ്റീവ് കവർ ആണ്, ഡി ഡാഷ് ആണ്. അത് കോളത്തിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിന്റെ സെന്ററിലോട്ടാണ്. അപ്പോൾ സെന്ററിലോട്ടാകുമ്പോൾ ഒരു ഡയമീറ്ററിന്റെ പകുതി 25/2 റേഡിയസ് 40 പ്ലസ് 12.5 ആണ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ 52.5 mm ആസ് ഡി ഡാഷ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നെക്സ്റ്റ് കേസ് ഡി ഡാഷ് ബൈ ഡി കണ്ടുപിടിക്കുകയാണ്. ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ 52.5/450. യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് 45 സെന്റിമീറ്ററിലാണ്. നമ്മൾ mm ലോട്ട് കൺവേർട്ട് ചെയ്യണം, കാരണം ഡി ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചത് mm ലോട്ടാണ്. മോസ്റ്റ് നിങ്ങൾ ഏറ്റവും നല്ലത്, ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് ഇത്തരം പ്രത്യേകിച്ച് ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ mm ലിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മീറ്ററിലോട്ട് മാറ്റി കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ ഈ FCK അതുപോലെ തന്നെ FY വാല്യൂ 2415 എന്നൊക്കെ പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. നമ്മളത് മറന്നു പോകും. നമ്മൾ ആ വാല്യൂ അതുപോലെ പുട്ട് ചെയ്യും, ബാക്കിയെല്ലാം മീറ്ററിലായി കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്മുടെ സൊല്യൂഷൻ ആകെ മാറിപ്പോവും, സോൾവ് ചെയ്യുമ്പോൾ ആകെ മാറിപ്പോവും. അതുകൊണ്ട് കൺവീനിയന്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ mm ലോട്ട് ഇട്ട് കൺവേർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. മീറ്ററിലോട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം. അപ്പോൾ FCKയുടെ വാല്യൂ FIയുടെ വാല്യൂക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. ഓക്കെ, ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.12 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ കേസിൽ നമുക്ക് ഉള്ള ചാർട്ടുകൾ 0.1, 0.05, 0.1, 0.15, 0.2. ഈ ഒരു കേസിൽ 0.12 ആയതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള മുകളിലുള്ള ചാർട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറ്. അപ്പൊ ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ 0.15 എന്നുള്ള ചാർട്ട് യൂസ് ചെയ്യണം.
ചാർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കിട്ടണം? അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അത് കണ്ടുപിടിക്കണം. അതേതാണ്? പി യു ബൈ എഫ് സി കെ ബി ഡി വൈ കോർഡിനേറ്റ്, എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്. പി യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2500 കിലോ ന്യൂട്ടൺ. ന്യൂട്ടണിലോട്ട് മാറ്റാൻ ഇൻറ്റു 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബൈ എഫ് സി കെ 25, B 450 and D 450. You will get the value PU by FCK BD as 0.494. ഇനി MU by FCK BD square. MU എന്നുള്ള വാല്യൂ 200 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിനെ ന്യൂട്ടൺ mm ലോട്ട് കൺവേർട്ട് ചെയ്യാൻ 200 into 10⁶ by 25 into 450 into 450 square. You will get the value 0.088. ഇനി ഏത് ചാർട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കേസ്. ഏത് ചാർട്ട് ചൂസ് ചെയ്യണം? റെക്ടാങ്കുലർ ആണ്. D dash by D value 0.15, reinforcement on both side on opposite side. Okay, then Fi value 415. അപ്പോൾ നമുക്ക് ഏത് ചാർട്ട് ചൂസ് ചെയ്യണം? റഫറിംഗ് ചാർട്ട് 33 നമുക്ക് നോക്കാം. ചാർട്ട് 33 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. നമുക്ക് വേണ്ടത് Fi 415 ആണ്. അപ്പോൾ ആദ്യം Fi 415 നോക്കാം. 415 reinforcement equally distributed on both sides തന്നെയാണ്, റെക്ടാങ്കുലർ ആണ്. അതിൽ എത്രയാണ് നമുക്ക് വേണ്ടത്? 0.15. 0.15 എന്ന് പറയുന്നത് ചാർട്ട് 33 ആണ് അല്ലേ? ചാർട്ട് 33. ചാർട്ട് 33യുടെ വാല്യൂ നിന്ന് നമുക്ക് MU by FCK BD സ്ക്വയറിന്റെ വാല്യൂ അറിയാം, PU by FCK BDയുടെ വാല്യൂ അറിയാം. ഇതിൽ നിന്ന് നമുക്ക് ചാർട്ട് 33 നിന്നും P by FCKയുടെ വാല്യൂ പിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രാഫ് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണ് അതിൽ നിന്ന് പിക്ക് ചെയ്തത് കാണിക്കാത്തത്. അങ്ങനെ MU by FCKയുടെ വാല്യൂ 0.088ഉം y കോർഡിനേറ്റ് 0.494. ഇത് നമുക്ക് റൗണ്ട് ചെയ്യാം കേട്ടോ. 0.08 എന്നുള്ളത് 0.09, 0.49 0.5 കൺസിഡർ ചെയ്യാം. കിട്ടി എടുത്തു കഴിഞ്ഞാൽ P by FCKയുടെ വാല്യൂ കിട്ടുന്നത് 0.09 ആണ്. 0.09 ആണ് നമുക്ക് ഗ്രാഫിൽ നിന്നും P by FCKയുടെ വാല്യൂ കിട്ടുന്നത്. നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. P കിട്ടി, പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെന്റ് കിട്ടി. പെർസെൻറ്റേജ് എത്രയാണ്? P equal to 0.09 into FCK, that is 0.09 into 25. You will get the value as 2.25%. കിട്ടുന്ന വാല്യൂ പെർസെൻറ്റേജിലാണ്, 2.25%. നമുക്ക് അങ്ങനെ അതിൽ നിന്ന് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം. ഗ്രോസ് ഏരിയ എത്രയാണ്? 450 by 450 into 2.25% എന്ന് പറയുമ്പോൾ 0.0225. You will get the value area of steel as 4556.25 mm square. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുക അല്ലെ? നമ്പർ ഓഫ് ബാർസ് നമ്മൾ അസ്യൂം ചെയ്ത ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm ഡയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 4556.25 divided by pi by 4 into 25 square, you will get the value 9.28. 9.28. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ചെയ്യുന്നു 10 ബാർസ് അല്ലെ? So provided 10 bars of 25 mm dia equally on both sides. Okay. ഇനി അടുത്ത എന്താണ്? ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെന്റ്. നമ്മൾ അറിയാം, കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. മിനിമം ഡയമീറ്റർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 1/4 ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർസ്, അതായത് 25/4 6.25 or 6 mm. ഇതിലേതാണ് ഗ്രേറ്റർ? 6.25 ആയതുകൊണ്ട് തൊട്ടടുത്ത ബാർ 8 mm ബാർസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സ്പേസിംഗ് നമുക്കറിയാം, 16 times diameter of longitudinal bar, least lateral dimension or 300 mm, whichever is lesser. അതിൽ ഏറ്റവും ലെസർ ആയിട്ട് വരുന്ന വാല്യൂ 300 mm ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു 8 mm ഡയ റെക്ടാങ്കുലർ ടൈ അല്ലെങ്കിൽ സ്ക്വയർ ടൈ 300 mm സെന്റർ ടു സെന്റർ. ഇനി റീഇൻഫോഴ്സ്മെന്റിന്റെ പ്ലേസിംഗ് ആണ്. 10 ബാറുകളുണ്ട്, ഈക്വലി ഓൺ ബോത്ത് സൈഡ് ആണ്. ഈ ഒരു ഡയഗ്രാം ഇത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്, ഇത്ര വരില്ല കേട്ടോ. സോറി, ഇത് ഭയങ്കര എക്സാജറേറ്റ്, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എക്സാജറേറ്റഡ് ആണ്. ഇതിന്റെ ബാറിന്റെ ഡയമീറ്റർ കുറച്ച് കുറക്കാം. നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 3 ഇവിടെയും, ഇതിന്റെ തൊട്ടടുത്ത ലെയർ ഇത് ഈ സൈഡിലല്ല, ആക്ച്വലി ഈ സൈഡിൽ തന്നെയാണ്, തൊട്ടടുത്ത് അല്ലേ? നെക്സ്റ്റ് ഒരു ലെയർ ആയിട്ട് 2 റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ, 2 റീഇൻഫോഴ്സ്മെന്റ് ഇവിടെയും കൊടുത്തു. അങ്ങനെയാണ് 10 റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്ലേസ് ചെയ്ത്. ഡാഷ് 10 25 8 mm at 300 mm സെന്റർ ടു സെന്റർ. ഓക്കെ, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്.
ഇത് നിങ്ങൾ എക്സാമിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് വരയ്ക്കുക, ബാറിന്റെ ഡയമീറ്റർ കുറച്ചുകൂടി ചെറുതായിട്ട് വരയ്ക്കുക. ഓക്കെ, കാണാൻ വേണ്ടിയിട്ട് അധികം വരച്ചാണ്. ഇത്രയാണ് SP16 സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നത് ഇതിലിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഫാക്ടേർഡ് ലോഡും ഫാക്ടേർഡ് മൊമെന്റും ആണ് തന്നിട്ടുള്ളത്. തരാത്ത കേസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഒരു പ്രോബ്ലം. ഓക്കെ, സോറി, അതിൽ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. സോറി നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് കൂടെ, റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ് കൂടെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് 4 സൈഡ്സ് ആകുമ്പോൾ നമുക്കുള്ള വാല്യൂ D' by D 0.15, FI 415 എല്ലാം സെയിം തന്നെയാണ്. റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് മാത്രമായി. അങ്ങനെയാണെങ്കിൽ ചാർട്ട് 45 ആണ് റെഫർ ചെയ്യേണ്ടത്. നമുക്ക് 45 ഒന്ന് നോക്കാം. ചാർട്ട് 45. Reinforcement distributed equally on 4 sides. D' by D value 0.15, FI 415. നമ്മുടെ ഗ്രാഫ് മാറി, അതുകൊണ്ട് തന്നെ വാല്യൂ ഇതിന്ന് പിക്ക് ചെയ്യുന്ന വാല്യൂ മാറും. MU by FCK BD സ്ക്വയർ ഉണ്ട്, PU by FCK BD ഉണ്ട്. അതിൽ നിന്ന് വാല്യൂ നമ്മൾ പിക്ക് ചെയ്യും. അങ്ങനെ വാല്യൂ പിക്ക് ചെയ്യുമ്പോൾ P by FCK യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.1 ആണ്. നേരത്തെ കേസിൽ 0.09 ആയിരുന്നു. സോ പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് P equal to 0.1 into 25, will get the value 2.5. Okay, അങ്ങനെ ആകുമ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ സെയിം പ്രൊസീജിയർ തന്നെ, വാല്യൂ മാറിയെന്ന് മാത്രം. 450 into 450 into 0.025, ഏരിയ 5062.5 mm സ്ക്വയർ എന്ന് കിട്ടി. നമ്പർ ഓഫ് ബാർസ് 25 mm ഡയ ബാർസ് ആണ് അസ്യൂം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് 5/4 into 25 square, you will get the value 10.31, say 11 bars. നോർമലി ഒരു 11 ബാർ എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. നമുക്കത് റൗണ്ട് ചെയ്ത് 12 ആക്കാം. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ 11 എന്ന് എഴുതിയിട്ട് 11 നിങ്ങൾ ഡ്രോ ചെയ്ത് കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. പ്രാക്ടിക്കൽ കേസിൽ അങ്ങനെ 11 എന്നുള്ള ഒരു നമ്പർ കൊടുക്കാറില്ല. എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കൊടുക്കാറ് സ്ക്വയർ കോളത്ത്, റെക്ടാങ്കുലർ കോളത്തിന്റെ കേസിൽ. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, 11 തന്നെ കാണിക്കാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഒരു ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ ഡയമീറ്റർ ഈ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ അസ്യൂം ചെയ്ത് 25 mm ബാർ ആണെങ്കിലും നമ്മുടെ ഏരിയ ഓഫ് സ്റ്റീൽ ആണ് നമ്മുടെ എയിം. ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ബാർസ് കൂടുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 25 mm ബാർസ് മാറ്റിയിട്ട് വേറെ 16 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ കൂടും, അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ 6 ബാർസ് 25 കൊടുക്കുന്നു, ബാക്കി 16 കൊടുക്കുന്നു, അല്ലെങ്കിൽ 20 കൊടുക്കുന്നു, ഇങ്ങനെയും ചെയ്യാം. നോർമൽ കേസിൽ, ഒരു പ്രാക്ടിക്കൽ കേസിൽ ഒരു കോളത്തിൽ നോർമലി വരിക ഒരു സിമ്പിൾ കോളം, വലിയ ഹെവി ലോഡൊന്നും എടുക്കാത്ത ചെറിയൊരു ഒരു ബിൽഡിങ്ങിന്റെ കോളാണെങ്കിൽ നോർമലി വരിക എത്രയാണ്? 4, 16, 2, 12. ഇതാണ് നോർമലി ഈ ഒരു കോളത്തിൽ, ചെറിയൊരു കോളം, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളത്തിൽ വരുന്നത്. 4 കോർണറിലും 16, 2 ഫേസിലെ 2 ഓപ്പോസിറ്റ് വരുന്ന 2 ഫേസിൽ 2, 12 ആണ് നോർമലി വരുന്നത്. ഇങ്ങനെയാണ് വരിക. 2 ഡയമീറ്റർ ബാറുകൾ എപ്പോഴും കോളത്തിൽ വരാറുണ്ട്, ഒറ്റ ഡയമീറ്റർ മാത്രമല്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺവീനിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം. അത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് കിട്ടിയത് ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി, അതിൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് അസ്യൂം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ ചോയ്സ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ 11 ബാർസ് എഴുതി കഴിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ട്രാൻസ്ഫോഴ്സ് റീഇൻഫോഴ്സ്മെന്റിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, സെയിം തന്നെയാണ്. ലിസ്റ്റ് ആറ്റർ ഡയമെൻഷനോ ഒന്നും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ 8 mm ഡയ സ്ക്വയർ ടൈ അറ്റ് 300 mm സെന്റർ ടു സെന്റർ. ഇവിടെ ഞാൻ 12 ബാർസിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നേരത്തെ പോലെ തന്നെ 10 ബാറുകൾ ഇങ്ങനെ 5 കാണിച്ചു, ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ 12 ബാറുകളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾ പരമാവശം പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ച്വലി ഇത് കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് അല്ല. ഇത് ഇത്ര നമ്പർ ഓഫ് ബാർസ് കൂടുമ്പോൾ റിങ്ങിന്റെ ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ് എണ്ണം കൂട്ടണം. അതിനെല്ലാം കോഡൽ പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണം. നിങ്ങൾ
അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഡിസൈൻ ആസ്പെക്റ്റിൽ ലാറ്ററൽ ടൈസിന്റെ എണ്ണം ഇനിയും കൂട്ടണം. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. എത്ര ലാറ്ററൽ ടൈസ്, ഏതൊക്കെ റീഇൻഫോഴ്സ്മെന്റിനെ കവർ ചെയ്തുകൊണ്ട് റിങ്ങുകൾ പോകണം, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് പോകണം, നമ്പർ ഓഫ് ബാർസ് കൂടിക്കഴിഞ്ഞാൽ റിങ്ങുകൾ എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കൃത്യമായ കോഡുകളിലുണ്ട്. അത് വളരെ കുറച്ചുകൂടി നെഗറ്റീവ് പോർഷൻ ആണ്, നിങ്ങളുടെ സിലബസിൽ നിന്ന് ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ അടുത്ത പ്രോബ്ലം, നേരത്തെ തന്ന പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ലോഡും ഡയറക്റ്റ് മൊമെന്റും ആണ് തന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ഡിസൈൻ എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളം 400 mm square to carry an ultimate load of 1000 kilonewton at an eccentricity of 160 mm. Use M20 grade concrete and Fe 250 grade steel. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്നിട്ടുള്ളത് ലോഡ് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി ആണ്. അപ്പോൾ ലോഡ് ഡയറക്റ്റ് ലോഡ് ഉണ്ട് വിത്ത് ആൻ എക്സെൻട്രിസിറ്റി, അപ്പോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യും. ആ മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 × 160 ആയിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തന്നിട്ടുള്ളത് സർവീസ് ലോഡ് അല്ല, അൾട്ടിമേറ്റ് ലോഡാണ്, മാക്സിമം ലോഡ്. അത് ആക്ച്വലി ഫാക്ടർഡ് ലോഡ് തന്നെയാണ്. പിന്നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, തന്നിട്ടുള്ള കോൺക്രീറ്റ് M20 ഗിവൺ ഡാറ്റ നമ്മൾ എടുത്തിരുന്നു. സൈസ് ഓഫ് കോളം 400 mm by 400 mm, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20, ഗ്രേഡ് ഓഫ് സ്റ്റീൽ Fe 250, അൾട്ടിമേറ്റ് ലോഡ് 1000 kN, എക്സെൻട്രിസിറ്റി 160 mm. നോർമൽ കേസിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എക്സാമിന് നിങ്ങൾക്ക് ഡിസൈൻ അറിയില്ല, ആ പ്രോബ്ലം ചെയ്യാൻ അറിയില്ലെങ്കിലും അതിന്റെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗിവൺ ഡാറ്റെങ്കിലും എഴുതി വെച്ചാൽ എക്സാമിനറെ അനുസരിച്ചിരിക്കുമെങ്കിലും ഒരു അര മാർക്കെങ്കിലും അവിടെ കിട്ടും. അപ്പോൾ ഗിവൺ ഡാറ്റകളെങ്കിലും എഴുതിയെടുക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി സെയിം തന്നെ നമ്മൾ 25 mm ബാർസ് അസ്യൂം ചെയ്യുന്നു, 40 mm കവർ കൊടുക്കുന്നു. ഡി ഡാഷിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 40 + 25/2 = 52.5 mm. ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ ഓൾമോസ്റ്റ് 0.13 ആണ് വരുന്നത്. 52.5 ഡിയുടെ വാല്യൂ എത്രയാണ്? 400. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ടാവും, ഡി ഡാഷ് ബൈ ഡി ഇപ്പോ ഈ കോളം റെക്ടാങ്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബി ഇൻറ്റു ഡി ആണല്ലോ, ഇപ്പൊ ഡി ആണ് എടുക്കേണ്ടത്, വലിയ വാല്യൂ ആണ് ഡി ഡാഷ് ബൈ ഡിയുടെ കേസിൽ എടുക്കേണ്ടത്. ഓക്കെ, ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്നത് 0.15 എന്നുള്ള ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നമ്മുടെ ചോയ്സ് ആണ്, ക്വസ്റ്റിന് പ്രത്യേകം പറഞ്ഞിട്ടില്ല റീഇൻഫോഴ്സ്മെന്റ് 2 സൈഡിൽ മാത്രം കൊടുത്താൽ മതിയെന്നോ അല്ലെങ്കിൽ 4 സൈഡിൽ കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 സൈഡിൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ചാർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ നമുക്ക് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ്, വൈ ആൻഡ് വാല്യൂസ് വേണം. അപ്പോൾ PU/FCK BD = 1000 × 10⁻³ FCK 20, B/D 400/400. You will get the value 0.31. ഇനി MU/FCK BD², MUയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 1000 × 160 ലോഡ് ഇൻറ്റു എക്സെൻട്രിസിറ്റി അല്ലേ, ഇൻറ്റു 10⁻³ ഓൾറെഡി 160 എന്നുള്ളത് mm-ലാണ്, പിന്നെ അതിനെ വീണ്ടും മാറ്റാൻ നിൽക്കരുത്, അപ്പോൾ 10⁻³ എന്നുള്ള പവർ വരും. by 20 × 400 × 400². You will get the value MU/FCK BD² as 0.13. അങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് ഓൺ ഓൾ 4 sides Fe 250 സ്റ്റീലും ഡി ഡാഷ് ബൈ ഡി 0.15 ആണെങ്കിൽ ചാർട്ട് ഏതാ കിട്ടാൻ നോക്കുക. ചാർട്ട് 41 ആണ്. ചാർട്ട് 41 നമുക്ക് നോക്കാം. സെയിം തന്നെ. ഓക്കെ, കംപ്രഷൻ with bending rectangular section, reinforcement distributed equally on 4 sides. Okay, ഇതിൽ Fi 250 d dash by d 0.15 ഈ ഒരു ഗ്രാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗ്രാഫിൽ നിന്നും P/FCK യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.15 ആണ്. 0.15. അപ്പോൾ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 0.15 × FCK, you will get the value 0.15 × 20, 3%. 3%. നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് 3% എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഹെവിയാണ്. റീഇൻഫോഴ്സ്മെന്റ് കുറച്ചുകൂടി കൂടുതലാണ്, ഹെവി കോള ആയതുകൊണ്ടാണ്, ലോഡും അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഇനി ഏരിയ ഓഫ് സ്റ്റീൽ. (400 × 400 × 0.03) you will get the value as 4800 mm². നമ്പർ ഓഫ് ബാർസ് സെയിം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. 4800/π/4 × 25². you will get 9.78, say 10 bars എന്ന് കിട്ടും. ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ചെക്ക് തന്നെയാണ്.
minimum diameter 1/4, 25/4, 6.25, 8 mm dia bars. As per IS code, spacing is least of the following. Least lateral dimension എന്ന് പറയുന്നത് 400 mm അല്ലെങ്കിൽ 16 × 25, 16 times longitudinal barന്റെ diameter 400 mm അല്ലെങ്കിൽ 300 mm. അപ്പോൾ 300 mm ആണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് provide 8 mm dia square tie at 300 mm. ഇവിടെ 10 ബാർ പ്ലേസ് ചെയ്യുന്ന രീതി നോക്കാം. ഇവിടെ 4 സൈഡിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 400 mm by 400 mm, #10, 25, 5, 8 mm, 5 at 300 mm, center to center. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഈ SP16 സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്. കാരണം ഇതിൽ കുറെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പുകൾ മറന്നുപോയാൽ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. പിന്നീട് ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ഇതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. നമ്മൾ ഗിവൺ ഡാറ്റകൾ എടുത്ത് എഴുതുന്നു. d'/d ആണ് നമ്മുടെ ഫസ്റ്റ് എയിം. d' നമ്മൾ എന്ത് ചെയ്യണം, കവർ അസ്യൂം ചെയ്യണം, ഡയമീറ്റർ അസ്യൂം ചെയ്യുന്നു, നോമിനൽ കവർ അല്ലെങ്കിൽ ക്ലിയർ കവർ പ്ലസ് ലോഞ്ചിറ്റ്യൂണൽ ബാറിന്റെ ഡയമീറ്ററിന്റെ പകുതി അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, d' കിട്ടും. d എന്ന് പറയുന്നത് നമ്മളെ ഡയമെൻഷൻ ആണ്, കോളത്തിന്റെ സൈസ്. d'/d you will get the value, any value കിട്ടും. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള 0.1 0.05 0.15 0.2 ഏതെങ്കിലും ഒരു വാല്യൂ പിക്ക് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഗ്രേഡ്, കോൺക്രീറ്റിന്റെ ഗ്രേഡ്, അതുപോലെ തന്നെ ഷേപ്പ് റെക്ടാങ്കുലർ ആണോ സർക്കുലർ ആണോ നോക്കുക. d'/d വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ചാർട്ട് പിക്ക് ചെയ്യണം എന്നുള്ളത് കിട്ടും. ഇനി ചാർട്ടിലെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ളത് mu/fck bd² ആണ്. mu നമുക്കറിയാം. ഒന്നല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഫാക്ടറിയുടെ മൊമെന്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊമെന്റ് തന്നിട്ടുണ്ടാവും. മൊമെന്റ് മാത്രമാണ് തന്നിട്ടെങ്കിൽ അതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫാക്ടറിയുടെ മൊമെന്റ് ആക്കുക. അതല്ല ഇൻ കേസ് ലോഡ് വിത്ത് എക്സെൻട്രിസിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ എക്സെൻട്രിസിറ്റി ഇൻറ്റു ലോഡ് ചെയ്താൽ മൊമെന്റ് കിട്ടും. അത് അങ്ങനെ ചെയ്യാം. അവിടെയും ശ്രദ്ധിക്കണം, ഫാക്ടറിയുടെ ലോഡ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ എക്സെൻട്രിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ഫാക്ടറിയുടെ മൊമെന്റ് ആയി. പിന്നീട് വീണ്ടും എന്ത് ചെയ്യേണ്ട, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമല്ല. ഇനി സർവീസ് ലോഡ് ആണ് തന്നതെങ്കിൽ അതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സെൻട്രിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എന്ത് കിട്ടി, ഫാക്ടറിയുടെ മൊമെന്റ് കിട്ടി. mu/fck bd² കണ്ടുപിടിക്കുന്നു, pu/fck bd കണ്ടുപിടിക്കുന്നു. അങ്ങനെ രണ്ട് വാല്യൂ എക്സ് ആൻഡ് വൈ വാല്യൂ കിട്ടി. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏത് കർവിലാണോ വരുന്നത് ആ കർവിന്റെ വാല്യൂ p/fck ആണ് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. ആ p/fck വാല്യൂ എടുക്കുന്നു, p കണ്ടുപിടിക്കുന്നു അല്ലെ. fck വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. p എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ്, പെർസെന്റേജ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിലെ റെയിൻഫോഴ്സ്മെന്റ്. അത് കിട്ടുന്നു. നമ്മൾ ഏരിയ നമുക്കറിയാം, അതിൽ എത്ര പെർസെന്റേജ് സ്റ്റീലിന്റെ റെയിൻഫോഴ്സ്മെന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ സ്റ്റീലിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. സ്റ്റീലിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് ആണ് അടുത്ത സ്റ്റെപ്പ്. നമ്പർ ഓഫ് ബാർസ് ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 bar. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ബാർസ്. അതിനെ റൗണ്ട് ചെയ്യുന്നു. അടുത്തത് ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെന്റ് ആണ്. ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെന്റ് കേസിൽ മിനിമം ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർസ് ട്രാൻസ്വേഴ്സ് ബാർസ് 1/4 ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ ആണ്, അല്ലെങ്കിൽ 6 mm. ഇതിൽ ഏതാണോ ഹയർ അതിന്റെ തൊട്ടടുത്തുള്ള ബാർ അല്ലെ, ആ ഹയർ വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഡയമീറ്റർ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് സ്പേസിങ്ങിന്റെ ചെക്കുകളാണ്. സ്പേസിങ്ങിന്റെ ചെക്കുകൾ least lateral dimension or 16 times the diameter of longitudinal bar or 300 mm. ഇതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ സ്പേസിംഗ് എടുക്കുന്നു. അടുത്തത് ഡീറ്റെയിലിംഗ്. ഇത്രയാണ് ഇതിൽ വരുന്ന സ്റ്റെപ്പുകൾ. ഓൾമോസ്റ്റ് പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ സർക്കുലർ കോളത്തിലെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിട്ട് തരാം. SP16 പേജ് 103 എക്സാമ്പിൾ 7 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 7 എന്നുള്ളത് ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം റീഡ് ചെയ്യുക, അത് നോട്ടിൽ എഴുതുക. നിങ്ങളുടെ നോട്ടിൽ എഴുതുക.
നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നോട്ട് എഴുതിയതിന് ശേഷം ലെക്ചർ നോട്ട് എഴുതുമല്ലോ, അതിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു നോട്ട് എഴുതുക, എക്സാമ്പിൾ 7. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒന്നുകൂടെ പറയുന്നു, പേജ് 103 ഓഫ് SP16 എക്സാമ്പിൾ 7 സർക്കുലർ കോളം വിത്ത് യൂണിആക്സിയൽ ബെൻഡിങ്. അതിലെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റും എല്ലാം പറയുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യാത്ത ഓൾറെഡി എല്ലാം പറഞ്ഞതാണ് സർക്കുലർ റീഇൻഫോഴ്സ്മെന്റ് കേസിൽ. ഇവിടെ ആകെ ചാർട്ടിന്റെ വാല്യൂ പിക്ക് ചെയ്യണത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ നോട്ടിൽ എഴുതുക. അടുത്ത ക്ലാസ്സിൽ രാത്രി ഉള്ളിലായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എനിവേ ഈ ക്ലാസ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക. എനിവേ താങ്ക് യു.